സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹിജ്റ പോയി, മുത്തുനബി പോയി. പക്ഷേ പ്രവാചകന് മദീനത്ത് ചെന്നിട്ട് ഉറക്കമില്ല. കാരണം ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളും മക്കയില. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ കുറിച്ച് ഒരു അറിവുമില്ല. ഉമ്മയില്ലാത്ത മകളാണല്ലോ. ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞതാ ഒരിക്കലും ഫാത്തിമാനെ വേദനിപ്പിക്കില്ല എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പെമ്മക്കളുമായി സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് യാത്രയായി. മക്കയിലെ ഖുറൈശികൾ ഭ്രാന്ത് പിടിച്ചിട്ട് നടക്കുക. വാപ്പാനെ കിട്ടിയില്ലെങ്കിൽ മോളെയെങ്കിലും കൊന്ന് സമാധാനിക്കണം. എന്തായാലും മുഹമ്മദിനെ കിട്ടിയില്ല. മുഹമ്മദിന്റെ കരളിന്റെ കഷ്ടമാ ഫാത്തിമ. അവളെയെങ്കിലും കൊന്നിട്ട് നമുക്കൊന്ന് കലി തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവരെ, അധികാരം കിട്ടിയില്ലെങ്കിൽ ആ നാട്ടിലെ നാട്ടുകാരെയെങ്കിലും കൊന്ന് സമാധാനിപ്പിക്കണമെന്ന് പലരും പടച്ചവനെ തീരുമാനിച്ചതുപോലെ വാപ്പയെ കിട്ടിയില്ലല്ലോ, പൊന്നാര മകളെ കൊന്നിട്ടെങ്കിലും സമാധാനിക്കണമെന്ന് കരുതിയിട്ട് വാളുമെടുത്തുകൊണ്ട് പരക്കം പായുകയാണ്. അവസാനം പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് സഞ്ചരിക്കുന്ന ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തിനെ പടച്ചവനെ കൊല്ലുകയാണ്. ഒട്ടകത്തിന്റെ തല വെട്ടി മുറിക്കുകയാണ്. അവസാനം പടച്ചവരെ മരുഭൂമിയിൽ പടച്ചവനെ ശത്രുവരെ പിടിച്ചു നിർത്തിയിട്ട് സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ പെമ്മക്കളോട് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, ഈ കാണുന്ന വഴിയെ നേരെ പോയാ മദീനയാ. ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഈ ദിശയിലൂടെ പോയാ മദീനത്തിലല്ല, നിന്റെ വാപ്പയുടെ ചാരത്തിലല്ല. അതുകൊണ്ട് രണ്ടുപേരും ഓടിക്കോ. തിരിഞ്ഞു നോക്കല്ലേ ഫാത്തിമ, തിരിഞ്ഞു നോക്കല്ലേ ഫാത്തിമ, പേടിക്കണ്ട ഫാത്തിമ, പടച്ചറപ്പ് നമ്മുടെ കൂടെയുണ്ട് ഫാത്തിമ. സഅദ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകളോട് അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇതിലേ പോയാ മദീനത്തിലല്ല, അവിടെ നിന്ന് ഓടാൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് പൗരത്വമില്ലെന്ന് കേട്ടപ്പോ പേടിച്ച് ഉറക്കം നഷ്ടപ്പെട്ടു പോയ പെങ്ങള്, പടച്ചവനെ എങ്കിലും ഫാത്തിമ എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ ചരിത്രം നീ ഒന്ന് പഠിക്കൂ. അതാ ശത്രുക്കള് തന്റെ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിനെ വെട്ടിക്കൊന്നിട്ട് ഫാത്തിമാനെ കൊല്ലാൻ നോക്കുമ്പോ അവിടെ നിന്ന് സ്വഹാബി പറഞ്ഞു, ഇതിലേ നേരെ പൊക്കൊള്ളാറ്. ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് ഓടുകയാ. ആരാരുമില്ലാത്ത മരുഭൂമിയിലൂടെ, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, ഒരാളും സഹായിക്കാനില്ലാത്ത മരുഭൂമിയിലൂടെ ഓടുകയാ. എത്ര കിലോമീറ്ററാ ഓടിയതെന്നറിയുമോ? എത്ര കിലോമീറ്ററാ ഓടിയതെന്നറിയുമോ? ചരിത്രം പറയുകയാണ്. താൻ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ വെട്ടിമുറിച്ചു, തല വെട്ടിമുറിച്ചു, ഒട്ടകം താഴെ വീണു. അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മക്കളെ കൊല്ലാൻ നോക്കിയപ്പോ സ്വഹാബി ശത്രുവിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇതിലെ നേരെ പോയ മദീനത്തെല്ല ഓടിക്കൊള്ളാൻ. ഇവിടെ നിന്ന് നേരെ പോയ മദീനത്തെത്തുമ്പോളാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ പെമ്മക്കൾ ഓടുകയാ. എത്ര കിലോമീറ്റർ? ചരിത്രം പറയുന്ന 200 കിലോമീറ്ററിൽ പുറത്ത്. ഇവിടെ നിന്ന് 200 കിലോമീറ്റർ എത്ര ദൂരം? മൈസൂർ വരെ പോണ ദൂരം. എങ്ങനെ? ഇവിടെ നിന്ന് മൈസൂർ വരെ പോണ ദൂരം ഒന്ന് സങ്കല്പിക്ക്. വണ്ടിയിലല്ല. നമ്മളിവിടെ നിന്ന് പോവാണെങ്കിൽ എന്തെല്ലാം ഉണ്ടാകും. എന്നാ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയുടെ പെമ്മക്കൾ ആ 200 കിലോമീറ്ററിൽ പുറത്ത് ഒറ്റയ്ക്ക് മരുഭൂമിയിലൂടെ ഓടുകയാ. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ വന്ന് കാത്തു നിൽക്കും, മോളെ നോക്കി നിൽക്കും. മക്കയിൽ നിന്ന് വരുന്ന വഴിയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക, പൊന്നുമോളെ കാണാനില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടി ക്ഷീണിച്ചു വരുന്നത് മുത്തുനബി കണ്ടു. തന്റെ പൊന്നാര മകള് പേടിച്ച് വിറച്ചുകൊണ്ട് ഓടി വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ തന്റെ പൊന്നാര മകള് വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട്, ശരീരത്ത് നിന്ന് രക്തമൊലിക്കുന്നുണ്ട്. തന്റെ പൊന്നാര മകള് വല്ലാത്തൊരവസ്ഥയിൽ ഓടി വരികയാണ്. റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോ ഫാത്തിമ ബീവിയുടെ സർവ്വപ്രയാസവും മാറുകയാണ്. ഫാത്തിമയെ കണ്ടതും അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. തന്റെ പൊന്നാര മകളെ കണ്ടപ്പോ പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാ. ഉപ്പാന്റെ അടുക്കൽ പൊന്നുമോള് വന്നല്ലോ, എന്റെ പൊന്നാര മകൾക്കൊന്നും പറ്റിയില്ലല്ലോ. അവിടുന്ന് പ്രവാചകനെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നെ മദീനയിൽ സമാധാനമുള്ള ഒരു ജീവിതമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് ചെന്നിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് പടച്ചവനെ ബദർ യുദ്ധം കടന്നു വരുന്നത്. പ്രതികാരത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അവസാനം ബദറിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്തിന്റെ കൂടെ പ്രവാചകൻ യാത്രയാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയാണ്. രോഗം പിടിച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഉസ്മാൻ നീ യുദ്ധത്തിന് വരണ്ട, ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ. അവിടെ നിന്ന് പൊന്നാര ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ അവിടെ നിന്ന് പറഞ്ഞേൽപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ബദർ യുദ്ധത്തിന് പോയി. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളങ്ങ് മരണപ്പെടുകയാണ്. റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുകയാണ്. ഫാത്തിമ ബീവി വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. സ്വന്തം സഹോദരിയാണ് മരിച്ചു കിടക്കുന്നത്, സ്വന്തം ജ്യേഷ്ഠത്തിയാണ് മരിച്ചു കിടക്കുന്നത്. ഫാത്തിമ ബീവിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വാപ്പയാണെങ്കിൽ നാട്ടിലില്ല, വാപ്പ നാട്ടിലില്ല. അവസാനം ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് മയ്യത്ത് ഖബറടക്കി. എന്റെ പെങ്ങളെ ചിന്തിച്ചു നോക്ക്, നീയാണെങ്കിൽ എന്ത് ചെയ്യും പെങ്ങള്, നീയാണെങ്കിൽ എന്ത് ചെയ്യും പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ നാട്ടിലില്ല, വാപ്പ നാട്ടിലില്ല. മകള് മരണപ്പെട്ടപ്പോ അനുജത്തി എല്ലാ വേദനയും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തി കെട്ടിയിരിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകർ ബദർ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി ഓടുകയാ. തന്റെ ഉപ്പാടെ ചാരത്തേക്ക് ഓടുകയാണ്. വാപ്പാനെ കണ്ടത് ഓടി ചെന്നു ഉപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് കരയുകയാ. അതുവരെ മനസ്സിന്റെ ഉള്ളിൽ വെച്ചിരുന്ന വേദന മുഴുവനും ഇറക്കി വെക്കുകയാണ്. വാപ്പാനെ കെട്ടിപ്പിടിച്ചു കരയുകയാണ്. എന്നിട്ട് ഉപ്പാടെ കയ്യിൽ പിടിച്ചു. എന്തേ ഫാത്തിമ കരയുന്നത്, എന്തേ ഫാത്തിമ കരയുന്നത്. പടച്ചവനെ, ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുണ്ടല്ലോ, വാപ്പാടെ കയ്യിലും പിടിച്ച് നടന്നു പോവുകയാ, ഉപ്പാടെ കയ്യിൽ പിടിച്ച് നടന്നു പോവുകയാ. എവിടേക്കെന്നറിയോ? പൊന്നാര മകളുടെ ഖബറിന്റെ ചാരത്താ. ഉപ്പാന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് സ്വന്തം മകളുടെ ഖബറിന്റെ ചാരത്ത് കൊണ്ടുപോയി നിർത്തുകയാണ്. പോയുപ്പാ, റുഖിയ പോയുപ്പാ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുണ്ടല്ലോ, പാപ്പാനെ സ്വന്തം മകളുടെ ഖബറിന്റെ ചാരത്ത് കൊണ്ടുപോയി നിർത്തുകയാണ്. പ്രവാചകന്റെ കണ്ണ് നിറയുമ്പോ സമാധാനിപ്പിച്ചതാരാ? ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളാ. എന്റെ പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് പടച്ചവനെ ഫാത്തിമയ്ക്ക് വിവാഹപ്രായമെത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ ഉപ്പയും ഉമ്മയും ഞാനാണ്, നിന്റെ ഉപ്പയും ഉമ്മയും ഞാനാണ്. നിനക്ക് വിവാഹപ്രായമെത്തി. നീ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നാ പോരാ, നിനക്കൊരു കുടുംബ ജീവിതം വേണമല്ലോ, നിനക്കൊരു താങ്ങ് വേണമല്ലോ. അതുകൊണ്ട് വാപ്പ നിനക്ക് വേണ്ടി ഒരു പുതിയ ആപ്പളയെ തിരയാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാര്, ചെയ്യേണ്ടത് അങ്ങനെയാണ്. മക്കളോട് നിങ്ങൾ പറയണേ, മക്കളോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കണേ. മക്കൾക്ക് സർവ്വകാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഫാത്തിമയ്ക്ക് ഒരു പുതിയ ആപ്പളയെ തിരയാൻ തുടങ്ങി. മദീനത്ത് ഏറ്റവും വലിയ കോടീശ്വരന്മാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുന്നിലേക്ക് പെണ്ണ് ചോദിച്ചു വരികയാണ്. ഒരുപാട് സ്വഹാബത്ത് വന്നു, ഒരുപാട് സ്വഹാബത്ത്
വന്നു. ഒരുപാട് വലിയ വലിയ കോടീശ്വരന്മാര് വന്നു. അല്ലാഹുവിന്റെ റസൂൽ അനുവാദം കൊടുത്തില്ല. ആരെയാണ് തിരഞ്ഞെടുത്തതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, ഫാത്തിമയ്ക്കൊരു പുതിയാപ്പളയുണ്ട് നബിയേ. ഫാത്തിമയുടെ പുതിയാപ്പള ആരെന്നറിയോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലിയാര് തങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കാറ് ആരാ പറഞ്ഞത്? അല്ലാഹുവാണ് പറഞ്ഞത്. ഫാത്തിമയുടെ ഭർത്താവ് ആരാണെന്ന് അള്ളയാ പറഞ്ഞു വിട്ടത്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ. ആരാ? അലിയാര് തങ്ങളാരാ? എടാ ചെറുപ്പക്കാരാ, അലിയാര് തങ്ങളുടെ ജോലി എന്തെന്നറിയോ? പുല്ല് പറിച്ചിട്ട് അതാ പുല്ല് ചെത്തിയിട്ട് ഉണക്കുകയാണ്. പുല്ല് ചെത്തിയിട്ട് ഉണക്കുകയാണ്. ഉണക്കിയിട്ട് ഒട്ടകവും കുതിരയുമുള്ള വീട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്ന ജോലിയാ. പാവപ്പെട്ടവനാ അലിയാര് തങ്ങള്, പാവപ്പെട്ടവനാ അലിയാര് തങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ 10ാമത്തെ വയസ്സിൽ കൂടിയതാ അലിയാര് തങ്ങള്. പഠിച്ചവര് ഫാത്തിമയെ വല്ലാത്ത ഇഷ്ടമാ. അലിയാര് തങ്ങൾക്ക് ഫാത്തിമാനെ വല്ലാത്ത ഇഷ്ടമാ. ആരോ പറഞ്ഞു അലിയേ, ഫാത്തിമാനെ വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. പ്രവാചകന് ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാ. അലിയാര് തങ്ങൾക്ക് വലിയ സന്തോഷമായി. ഫാത്തിമയെ വല്ലാത്ത ഇഷ്ടമാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പെണ്ണ് ചോദിക്കണമല്ലോ. ഫാത്തിമാനെ വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കണമല്ലോ. അതാ അലിയാര് തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അലിയാര് തങ്ങള് അതാ പടച്ചറപ്പേ മുത്തുനബിയുടെ വീടിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. എന്തിന് പെണ്ണ് ചോദിക്കാറ്? അലിയാര് തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ മുത്തുനബി വിവാഹ ആലോചനകളൊക്കെ നടത്തുന്നു, കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ മുത്തുനബിയുടെ വീട്ടിൽ വന്നു അലിയാര് തങ്ങള് പെണ്ണ് ചോദിക്കാൻ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പെണ്ണ് ചോദിച്ചുകൊണ്ട് അലിയാര് തങ്ങൾ മുത്തുനബിയുടെ വീട്ടിൽ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ അലിയെ? പേടിച്ചു പോയി. പാവപ്പെട്ടവൻ ചോദിക്കാനുള്ള ധൈര്യമില്ല, ചോദിക്കാനുള്ള ധൈര്യമില്ല. അലിയാര് തങ്ങൾ വരണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതും ചോദിച്ചു, എന്തേ അലിയെ ഇപ്പൊ വന്നേ? ഒന്നുമില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം അലിയാര് തങ്ങൾ എന്തിനാ വന്നേന്ന്. മുത്തുനബി ചോദിച്ചു, എന്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? എന്റെ ഫാത്തിമാനെ നീ വിവാഹം കഴിക്കുമോ? അലിയാര് തങ്ങൾ പടച്ചവനെ കണ്ണും തള്ളി നിൽക്കാ. കാരണം മുത്തുനബി കോമഡി പറയാറില്ല, റസൂലുള്ളാഹി തങ്ങൾ കളിയാക്കാറില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു. വലിയ സ്വഹാബത്തിനെയൊക്കെ വിളിച്ചു. വലിയ വലിയ സഹാബത്തിനെ വിളിച്ചിട്ട് അബൂബക്കർ തങ്ങളും ഉസ്മാൻ തങ്ങൾ ഉൾപ്പെടുന്ന വലിയ സഹാബത്തിനെ വിളിച്ചിട്ട് പ്രവാചകൻ അവിടെ നിന്ന് തീരുമാനിച്ചു അലിയാര് തങ്ങൾക്ക് ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലിയെ നിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ എന്തുണ്ട്? നിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ എന്തുണ്ട്? ഇന്നത്തെ ചെറുപ്പക്കാരൻ പറയും എനിക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കടലിൽ കിടക്കണ കപ്പളി എന്റെ വാപ്പാടെ വകയാ. കള്ളത്തരം വരെ പറഞ്ഞ് പെണ്ണ് കെട്ടുന്ന കാലം. എങ്കിൽ അബൂബക്കർ തങ്ങൾ മരിയാനായ അലിയാര് തങ്ങൾ പറഞ്ഞു, നബിയെ 3 കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഒരു സഞ്ചരിക്കാൻ ഒരു കുതിര, എനിക്ക് ആകെയുള്ള സമ്പാദ്യം ഒരു കുതിരയുണ്ട്, ദുൽഫുക്കാർ എന്ന് പറയുന്ന ഒരു വാളുണ്ട്, പിന്നെ ഒരു പടയങ്കിയുണ്ട്. ഇത് 3 അല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒരു സാധനവുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കുതിര സഞ്ചരിക്കാൻ വേണം, വാഹനമാണ്. വാള്, നീ യുദ്ധത്തിന് പോകുന്ന ആളാ, വാള് നിനക്ക് വേണം. പക്ഷേ പരിച, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പടയെങ്കിൽ അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ വാങ്ങിയിട്ട് വാ. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹർ കൊടുക്കണം, പടയങ്കിയുമായിട്ട് കമ്പോളത്തിൽ പോയി വിൽക്കാൻ. അവസാനം അതാ മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചരിത്രം പറയുന്നു, ഉസ്മാൻ തങ്ങളാണ് അത് വാങ്ങിയത്. 400 രൂപയാണ്, 480 രൂപ. 480 രൂപയ്ക്ക് ആ പടയങ്കി വിറ്റു. എന്നിട്ട് രണ്ടുപേരും കൂടെ നടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഈ പടയെങ്കിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ, നീ യോദ്ധാവല്ലേ, എനിക്കെന്തിനാ ഈ പ്രായം ചെന്ന്, എനിക്കെന്തിനാ ഇതൊക്കെ.
അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടും കൊടുത്തു. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് 480 ദിർഹം കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയെ 480 ദിർഹം കിട്ടി. പ്രവാചകൻ പറഞ്ഞു 400 ദിർഹം വാങ്ങിച്ചു ഫാത്തിമയ്ക്ക് മഹർ. ഫാത്തിമയ്ക്ക് 400 രൂപ മഹർ, 80 രൂപ കൈ കൊടുത്തിട്ട് പറഞ്ഞു, പുതിയാപ്പളയാണ്, നീ പോയിട്ട് ഫാത്തിമയ്ക്ക് വസ്ത്രം വാങ്ങണം, നിനക്ക് വസ്ത്രം വാങ്ങണം, കല്യാണത്തിന് ആവശ്യമുള്ള സാധനം വാങ്ങണം. അലിയാർ തങ്ങളെ പറഞ്ഞു വിട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, 80 രൂപയുമായി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നു. എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടാകും ചിന്തിച്ചു നോക്ക്. 80 രൂപയ്ക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു വസ്ത്രം വാങ്ങി, അലിയാർ തങ്ങൾ ഒരു വസ്ത്രം വാങ്ങി, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ പുതിയ വസ്ത്രം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയാ. അലിയാർ തങ്ങൾ കൊണ്ടുവന്നു കൊടുത്ത ആ വസ്ത്രവും ധരിച്ച് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ അബൂബക്കർ തങ്ങൾ കരയാ. വീടിന്റെ ഒരു സൈഡിൽ പോയിരുന്ന് കരയാ. സഹാബികൾ ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയണേ? ഫാത്തിമയുടെ കല്യാണല്ലേ, എന്തിനാ കരയണേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, സഹാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകൾ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകള് ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ കണ്ടോ സഹാബ? പാവപ്പെട്ടവർ ധരിക്കുന്ന വസ്ത്രമാണല്ലോ, ഏറ്റവും പാവപ്പെട്ടവർ ധരിക്കുന്ന വസ്ത്രമാണല്ലോ. അത് കണ്ടിട്ടാണ് ഞാൻ കരയുന്നത്, അത് കണ്ടിട്ടാ ഞാൻ കരഞ്ഞു പോയത്. അല്ലാഹുവേ, പടച്ചവനെ, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിച്ചു, അലിയേ, നിക്കാഹ് കഴിഞ്ഞാൽ അതാ വലീമ കൊടുക്കണമല്ലോ, എല്ലാവർക്കും ഒരു ഭക്ഷണം കൊടുക്കണമല്ലോ. അലിയാർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്, അലിയാർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. പടച്ചവനെ, ആകെ 80 രൂപയാണ് ഉണ്ടായിരുന്നത്, അതിൽ 75 രൂപയും ചെലവായി. ഇനി ഒരു 5 രൂപയാണുള്ളത്, 5 ദിർഹമാണുള്ളത്. ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അലിയാർ തങ്ങളുടെ കണ്ണ് നിറയുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു ഓടി വരുന്നു, അലിയേ, എന്റെ വീട്ടിലൊരാട് നിൽപ്പുണ്ട്, എന്റെ വീട്ടിലൊരാട് നിൽപ്പുണ്ട്, ഞാൻ നിനക്ക് തരാം അലിയേ. 3 സ്വഹാബികൾ പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാ. എടാ ചെറുപ്പക്കാരാ, അലിയാർ തങ്ങളുടെ കണ്ടതങ്ങൾ നിറഞ്ഞു വീഴുകയാ. ആരുടെ കല്യാണപാടാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാരമകളുടെ നിക്കാഹാ പറയുന്നത്. പക്ഷേ മിത്തബയുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ, നീ എന്തേ നിന്റെ നിക്കാഹിനെ കുറിച്ച് ആലോചിക്കാത്തത്? എന്തൊക്കെ ആർഭാടങ്ങളാണ്! പടച്ചവനെ, സ്വർണത്തിന്റെ ചെരുപ്പ് വരെ ധരിക്കുന്ന കാലവാ, ലക്ഷങ്ങളെ ചെലവഴിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊരു പുതിയ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. പുതിയ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. എന്തേ ട്രെൻഡ് എന്നറിയോ? അല്ലാഹുവേ, പുതിയ തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ നിറമുള്ള ഉടുപ്പ്, തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ നിറമുള്ള ഉടുപ്പ് വാങ്ങിക്കൊടുക്കുകയാണ്. കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ നിറമുള്ള സാരി. അല്ലാഹുവേ, എവിടെ നിന്നാടാ ഈ പൈസ? എവിടെ നിന്നാ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ഉപ്പയുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചത് നാണമില്ലാതെ വാങ്ങിയിട്ട് അതുകൊണ്ട് കണ്ടവന്മാർക്ക്, കൂട്ടുകാർക്ക് മുഴുവനും ഉടുപ്പ് വാങ്ങിക്കൊടുക്കുമ്പോ ഒരു ഉടുപ്പുമില്ലാതെ ധരിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, എന്തേടാ ചിന്തിക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകന് പണമില്ലാതിട്ടാളോ? മുത്തുനബി പറഞ്ഞിരുന്നെങ്കിൽ സ്വർണത്തിന്റെ വസ്ത്രം കൊടുക്കാൻ ആള് തയ്യാറാ. അല്ലാഹുവേ, കടം വാങ്ങിയിട്ട് സ്വഹാബി കൊടുത്ത സദഖ വാങ്ങിയിട്ട് അലിയാർ തങ്ങൾക്ക് മുത്തുനബിയുടെ പൊന്നാരമകളുടെ നിക്കാഹിന് ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥയുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പടച്ചവനെ, ലക്ഷങ്ങൾ കൊടുക്കാ സ്വഹാബികളെ തയ്യാറല്ലോ. എന്നിട്ടും പ്രവാചകൻ
എന്തിനാ ഇങ്ങനെ നടത്തിയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുണ്ടല്ലോ, എടാ പണത്തില് കാര്യമില്ലടാ, സമ്പത്തിലൊരു കാര്യവുമില്ല. ലോകത്തൊരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? എടാ 501 പവൻ സ്വർണം കിട്ടുന്നതിലല്ല, ഓടിക്കാറ് കിട്ടുന്നതിലല്ല, 2 നില കെട്ടിടം കിട്ടുന്നതല്ല, മംഗലാപുരം ടൗണിൽ ഒരു ഫ്ലാറ്റ് കിട്ടുന്നതിലല്ലടാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? സാരികത്തായ ഒരു ഭാര്യ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്നറിയുമോ? പണമില്ലെങ്കിലും കുടുംബമഹിമയില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും എടാ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയ അതാടാ ലോകത്തിലെ ഏറ്റവും വലിയ നിധി. അതാടാ ചെറുപ്പക്കാരാ, മോനെ, അതാടാ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ പൊന്നാര ചെറുപ്പക്കാരോട്, അല്ലാതെ പണത്തിലും സൗന്ദര്യത്തിലും കുടുംബമഹിമയിലും ഒന്നും ഒരു കാര്യവുമില്ല. അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടല് ഒരാണിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാര് നീ സാലിഹത്തുകളാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാര് കണ്ണിന് കുളിർമയുള്ള ഭാര്യമാരാക്കണേ അല്ലാ. പടച്ചുറപ്പേ, ഈ ചെറുപ്പക്കാർക്ക് നിന്നെ പേടിയുള്ള ഒരു ഇണയെ കൊടുക്കണേ അല്ലാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം സ്വാലിഹത്തായ ഒരു ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ